ഹായ്, എല്ലാവർക്കും എമ്മാൻഡഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ്. യെസ്, കൂടുതൽ ഡീറ്റെയിൽസ് ചെയ്യാൻ പറയും, എനിക്ക് അറിഞ്ഞുകൂടാ അത് കറക്റ്റായിട്ട് പറയാം. ഇല്ലിക്കൽ കല്ല് മിക്കവരും പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് പൂജ ഹോളിഡേ ഉണ്ട്, ഒരു 1-2 ദിവസം. നാളെ ഗാന്ധി ജയന്തി, അങ്ങനെ ഒരു അവധി കിട്ടി. അപ്പോൾ 2 സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലിക്കൽ കല്ലും നമ്മുടെ സൂര്യനെല്ലി കുളുക്കുമല. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇല്ലിക്കൽ കല്ല് തിരിക്കുകയാണ്. ഇപ്പോൾ 8:30 മണിയാണ്. അത്യാവശ്യം വെയിലും തണുപ്പുണ്ട്, നല്ല അടിപൊളി കാറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം അറിയുന്നില്ല. അപ്പോൾ ചൂടറിയണില്ല. വന്നവഴി നമ്മളൊരു സ്ഥലം കണ്ട് പറ്റിയ അവിടെയും കൂടി കയറും. ഇല്ല, ഇവിടെ പുഞ്ചിറ, അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവിടെയും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ചിലപ്പോൾ പോകത്തുള്ളൂ. ഇവിടുത്തെ ടൈം നോക്കിയിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. കാരണം ഇവിടുന്ന് 5 മണിക്കൂർ 6 മണിക്കൂർ അടുത്തുണ്ട് സൂര്യനെല്ലിയിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ബാക്കിലെ വ്യൂ കാണിച്ചില്ല, സ്റ്റെപ്സ് ഒക്കെ കയറുന്ന ഒരു വലിയൊരു ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പോൾ അതെല്ലാം കാണിച്ചു തരാം. നമ്മളിപ്പോൾ അതെന്താണ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ജീപ്പിൽ കയറിയിരിക്കുകയാണ്. 49 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ്, ജീപ്പ് അടക്കം 49 രൂപ. 49 അല്ല, 59 രൂപ. 59 രൂപയാണ് ജീപ്പും എൻട്രി ഫീസ് അടക്കം. വ്യൂ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും. അതിൻ്റെ മുകളിലോട്ട് പിടിച്ച് കയറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുത്തനുള്ളൊരു കയറ്റം. പാറക്കല്ലിൻ്റെ മുകളിൽ കൂടി കയറാൻ പേടിയുള്ളവർക്കും തെന്നി വീഴാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു ഷോർട്ട് കട്ടല്ല, ഇങ്ങനെ കൂടി കയറാം ടൈലിട്ട് വഴി കൂടി.
അവിടെ വരെയുള്ള ഷോർട്ട് കട്ടുള്ളൂ കേട്ടാ, ആ കല്ലിൻ്റെ ഷോർട്ട് കട്ടുള്ളൂ. ആൾക്കാർക്ക് അത് ഇത്തിരി ഭയങ്കര കുത്തനെയായതുകൊണ്ട് കുറച്ച് സൗകര്യമുണ്ട് കേട്ടോണ്ട്. ഇത് അറ്റം വരെ ഉണ്ടായിരുന്നു അടിപൊളിയാണ്. മോഹിച്ചു പോയിന്നല്ലേ. ഇതാണ് ഇല്ലിക്കലിൻ്റെ കല്ല്, കാണാൻ വേണ്ടി പോകുന്ന കല്ല്. പക്ഷെ കല്ലിലേക്ക് എത്താൻ പറ്റില്ല, ഇത് ഈ ടോപ്പ് വരെ എത്താൻ പറ്റുള്ളൂ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടാ, ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ഇല്ലിക്കല്ലി? ആ കാണണ ഇത് നമ്മുടെ പുറകിൽ, അതിൻ്റെ അപ്പുറത്ത് ആ ഇല്ലിക്കല്ലിൻ്റെ മുകളിൽ ആൾക്കാരുണ്ട് കേട്ടാ. എനിക്കൊന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്ത് കൂടെയാണ്. പക്ഷെ നമുക്കത് കറങ്ങി വരണം. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇല്ലിക്കല്ലി. കയറിയത് ഭയങ്കര ടാസ്ക്കായി പോയി. ഇപ്പം എനിക്കൊന്ന് മഴയൊക്കെ പെയ്തുകൊണ്ടേ കല്ലൊക്കെ പോളിഷായിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചെരുപ്പ്, ഷൂസ്, ഗ്രിപ്പുള്ളത് ഷൂസ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയി, അതെ, ടൈറ്റ് ജീൻസ് ഒരിക്കലും ഇടരുത്. ടൈറ്റ് ജീൻസിൻ്റെ കാലെടുത്ത് കയറ്റി വെക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് വണ്ണമുള്ളവർക്ക്. സ്ലിമ്മാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രമല്ല, നല്ല ഗ്രിപ്പുള്ള ഷൂസ് വേണം, എങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം വെയിൽ ഈ സമയത്തുണ്ട്, എന്നാൽ പോലും കാറ്റും പിന്നെ നമ്മൾ വേർതിരിക്കുന്നതുകൊണ്ട് ഒരു തണുപ്പുള്ളതുകൊണ്ടും നല്ലൊരു സുഖമുണ്ട്. അതിൻ്റെ മുകളിൽ ടോപ്പിലാണ് ആൾക്കാർ ഇരിക്കണേ. അവിടെ ഒരു കുരിശാണ് ആ പിള്ളേരിക്കണടുത്ത്. റീഹൈഡ്രേഷൻ സാൾട്ട് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മേടിച്ചാണ്. റീഹൈഡ്രേഷൻ സാൾട്ട് ORS. അയ്യോ, ഇത് കുടിച്ചപ്പോൾ ഒരു ആശ്വാസം അല്ലേ. ഉപ്പും ചെറിയ മധുരമുണ്ട്. ഇന്നത്തെ ട്രിപ്പിന് അമ്മക്കുട്ടി വന്നില്ല. അമ്മക്കുട്ടി 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കിന്ന് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ആളിന്ന് ട്രിപ്പ് ഒഴിവാക്കി. ശരിയാ, ഇവിടെ നല്ല സീനറിയാണ്. ഇത് കണ്ടപ്പോൾ മേടിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ.
പക്ഷെ ഇത് ഇങ്ങനെ ഉപകരിക്കും. നല്ലതാണ്. കാരണം നമ്മളൊരിക്കലും മലയാറ്റൂര് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ഫീൽ ചെയ്തത്. മല കയറാൻ പറ്റിയില്ല. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ പൊടി കൊണ്ട് കുറേ ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. ഗ്ലൂക്കോസ് വെള്ളം ഉപയോഗിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് കൊണ്ടൊന്നൊരു കുപ്പി തന്നു. അപ്പോൾ അന്ന് അത് കണ്ടിട്ട് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും കേസ് വന്നാൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പോയിന്റ് കഴിഞ്ഞു. ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ അതായിരുന്നു. സൂപ്പറാണ് കാണാനായിട്ട്. അറ്റം വരെ ചിലവർക്ക് അപ്പുറം റൂട്ട് വഴി അറ്റം വരെ വന്നവരുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വന്ന റൂട്ട് വേറെ, എന്തോ ബാക്ക് വശോ അങ്ങനെ എന്തോ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കയറി പോകുന്ന ഭാഗങ്ങളൊക്കെ. ഞങ്ങൾ ആദ്യം താഴെ നോക്കിയപ്പോൾ വിചാരിച്ചത് സ്റ്റെപ്പാണെന്നാണ്. അടുത്തോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് സ്റ്റെപ്പല്ല, പാറകളാണെന്നുള്ളത്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് കയറിയപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായില്ല. ചേച്ചി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്ത്, എന്നാലും വലിയ കുഴപ്പമില്ല. ആ ഒരു കയറണം എന്നുള്ള വാശിക്ക് അങ്ങോട്ട് കയറി. പക്ഷേ എന്നാലും ഈ പറഞ്ഞില്ലേ, ഈ കാല് നമ്മൾ വയ്ക്കണ സമയത്ത് ഉരുളങ്കല്ലായതുകൊണ്ട് നമുക്കധികം ഭയങ്കര സ്പേസാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കയറാനും ഇറങ്ങാനായിട്ടൊക്കെ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മഴയില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല പ്രകൃതിയൊക്കെ നല്ല ആസ്വദിക്കാൻ പറ്റി. മഴയാണെങ്കിൽ ഇതൊക്കെ കോടയിരിക്കും. അപ്പോൾ ഇതൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുകൾ വരും. അവിടെ കയറി കഴിഞ്ഞപ്പോൾ കോടയൊക്കെ കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ശരിയാണ് ചെയ്യാൻ പറഞ്ഞല്ലോ, മഴ സമയമായിരുന്നെങ്കിൽ കോടയൊക്കെ നമുക്ക് മിസ്സായാനെ. ഇപ്പോൾ ശരിക്കും കോടയൊക്കെ കാണാൻ പറ്റി. നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അതെ. പിന്നെ കയറാനൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉള്ളവർ അങ്ങനെ റിസ്ക് എടുക്കണം നമ്മ പറയൂല അല്ലേ. പ്രായമുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ളവരൊക്കെ കയറുന്നുണ്ട്. അതൊക്കെ ഒരു മനസ്സിനൊരു ആഗ്രഹം വന്നിട്ടായിരിക്കും കയറണം, കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് കയറണം. പിന്നെ ഓരോരുത്തർക്ക് റെസ്റ്റ് ചെയ്യാൻ, അവർക്ക് കയറാൻ പറ്റില്ലെങ്കിൽ തൊട്ട് സ്ഥലങ്ങളിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുന്നവരെ നമുക്ക് വിശ്രമിക്കാൻ, കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല വ്യൂ ആണ്. നല്ല വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാം. അപ്പൊ ആദ്യത്തെ വ്യൂ കഴിഞ്ഞ് അടുത്ത വ്യൂയിലേക്ക് അല്ലേ. അപ്പൊ അടുത്ത വ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.